Guys, Assalamualaikum. Welcome back to our YouTube channel, our Dream Family. സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെയധികം ലോങ് ടൈം ആയിട്ട് എനിക്ക് ഏകദേശം ഒരു മാസം എടുക്കാറായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഷോർട്സും വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു, ഒരു മാസം എടുക്കില്ലായിരുന്നു. അനിയാൾ സാധ്യതയ്ക്ക് ശേഷം നമുക്ക് പ്രത്യേകിച്ച് മാറ്ററും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോമ്പ് തുടങ്ങി, ഇന്ന് 12 നോമ്പാണ്. അപ്പോൾ നമ്മളൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പം അനിയ പറയുന്നത് എന്തായാലും എല്ലാം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലില്ല, അതെല്ലാം ഇപ്പൊ റിക്കവറായി ആളിനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വാക്കറൊക്കെ മാറ്റി വെച്ചാൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ദുആ ഉണ്ടാകും. നമ്മളിത് പയ്യെ നടന്നിറങ്ങുവാണ്. ഇവർക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ ബാങ്കിലൊക്കെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആക്കുവാണ്. ഇപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, മെസ്സേജ് അയക്കണം, കമന്റ് ചെയ്യണം. പറഞ്ഞു എന്റെ സർജറി ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ എല്ലാവർക്കും പനിയും അത് ജലദോഷം ചുമ എല്ലാവരും ഒന്നിന്റെ പുറകെ എല്ലാവർക്കും വന്ന് അങ്ങനെ പിന്നെ എടുക്കാന്ന് വിചാരിക്കും. ഒന്നെടുത്ത് കഴിയുമ്പോൾ പിന്നെ ആർക്കെങ്കിലും അടുത്ത അസുഖം കൂടും. കയ്യാപ്പിക്കൊക്കെ ശരിക്കും പനിയാന്ന് 2-3 ദിവസം ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി. അങ്ങനെ പിന്നെ എന്റെ ഹോസ്പിറ്റലിൽ പോക്കും സ്റ്റിച്ച് എടുക്കും, അതിലൊക്കെ ഭയങ്കര അങ്ങനെ കുറെ നീണ്ടുപോയി. അതെ, പിന്നെ നോമ്പും അങ്ങനെ അങ്ങനെ വന്ന് കുറെ നാളിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഡ്യൂട്ടിക്ക് പോയില്ലെന്ന്. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് ഓർത്ത് എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ എന്തായാലും നമ്മൾ എടുക്കാൻ തയ്യാറാണ്. പിന്നെ പോസ്റ്റ് ഓഫീസിൽ അപ്പൊ അത് ഓൺലൈൻ വഴിയാണ് അടച്ചോളത്. അപ്പൊ അതിപ്പോ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മാസം ആദ്യം തൊട്ട് നോക്കുവാണ്. അപ്പൊ ആ പോസ്റ്റ് ഓഫീസ് റെഡിയാക്കാൻ പോകണം. പിന്നെ എക്സാം തുടങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെ ആയിട്ടുള്ള കുറെ ഓട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഉച്ചവരെ ഇന്നുള്ളായിരുന്നു എക്സാം. പിന്നെ എന്റെ ബാങ്കിൽ എന്റെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതിപ്പോ 15-ാം തീയതിക്കുള്ളിൽ ചെയ്തില്ല, അത് ഫ്രീസ് ആവുന്ന മെസ്സേജ് വന്നു. ലക്ഷ്യങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഓപ്പൺ ചെയ്യേണ്ടി വരും ലാസ്റ്റ്. പിന്നെ അതും റെഡിയാക്കാൻ പോകണം. ഞങ്ങളിപ്പോ അതുവഴി പോയി പിള്ളേർക്ക് രണ്ടുപേർക്കും പോയി ഡ്രസ്സ് എടുക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അപ്പണിയും കൂടെ. പോസ്റ്റ് ഓഫീസിൽ പോയി. അപ്പൊ അവിടെ എപ്പോഴും ഞാൻ ഓൺലൈൻ വഴിയാണ് പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അതിന് കയ്യാപ്പിടെ പേരിൽ മറ്റേ സുകന്യ സമൃദ്ധി യോജന അങ്ങനെ പിള്ളേരുടെ മറ്റേ പോസ്റ്റ് ഓഫീസിൽ ഒരു ഇതില്ല. അപ്പൊ അത് എല്ലാ മാസവും അടക്കുന്നത്. അന്നേരം ഈ മാസം 1-ാം തീയതി എല്ലാ ദിവസം പൈസ അതിന്റെ അക്കൗണ്ടിലോട്ട് ഇടുന്നതാണ്. പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ടിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അത് ഈ ആദ്യം തൊട്ട് നോക്കിയിട്ട് എത്രയൊക്കെ നോക്കിയിട്ട് നമ്പറിന്റെ പ്രശ്നമായിരുന്നു. അത് ഈ മാസം തൊട്ട് ആപ്ലിക്കേഷൻ മാറി നമ്മൾ സാധാരണ OTP വരും, OTP നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പൊ ഈ മാസം അപ്പൊ അത് അവരും അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചു നമ്മുടെ അടിക്കുന്ന പാസ്വേഡ് തന്നെ ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അടിച്ചു നോക്കിയപ്പോ റെഡിയായി. അപ്പൊ അവിടുന്ന് പാസ്ബുക്ക് നമുക്ക് ഒതിക്കാൻ പറ്റില്ല, 2 മണി വരെ 1 മണി വരെ ഉള്ളെന്ന് പറയും. അങ്ങനെ പാസ്ബുക്ക് വെച്ചിട്ട് അവിടെ നേരെ പിന്നെ SP-ലോട്ട് ഞാൻ പറഞ്ഞ KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ ചെന്ന് അവിടെ കുറെ ഫോമൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ എല്ലാ ഫോമെല്ലാം ഫില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് ഇവർക്ക് 2 പേർക്കും ഡ്രസ്സ് നോക്കാനായിട്ട്, പിള്ളേർക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനായിട്ട്. സാധാരണ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച ഡ്രസ്സ് രാവിലെ ഇറങ്ങിയ വൈകിട്ട് സന്ധ്യ ആയാലും തീരത്തില്ല. അപ്പൊ എനിക്ക് പറഞ്ഞ് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് മാറ്റുമെങ്കിൽ പിന്നെ ബാക്കി ഞങ്ങളുടെ ഇതേ ഉള്ളു. അന്നേരം പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് മാറ്റാൻ ചോദിച്ചിട്ടാണ്. അവർക്ക് ഞങ്ങള് എപ്പോഴും പോകുന്ന ഈസി ബൈയില്ല. അവിടെ ഈസി ബൈ പോയി നോക്കാം, അല്ലെങ്കിൽ വേറെ അവിടെ നമുക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആദ്യം ഞങ്ങൾ ഓർത്ത് എന്റെ ബർത്ത്ഡേക്ക് എടുത്ത സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി എടുക്കാം. പക്ഷെ അവിടെ പിള്ളേരുടെ ഡ്രസ്സ് ഉണ്ടാന്ന് കറക്റ്റ് അറിയില്ല. അന്ന് പോയിട്ടാണേലും അങ്ങനെ നോക്കിയില്ല. ഞങ്ങൾക്ക് എടുക്കുന്ന തിരക്കായതുകൊണ്ട് മെൻസിന്റെ ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ പിള്ളേരുടെ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ തന്നെ പോയി നോക്കാം. എത്ര മണിക്കാ പിടിക്കാൻ തുടങ്ങിയത്? ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ഞു. കയ്യാപ്പി നോയമ്പ് പിടിക്കാന് ഭയങ്കര ബഹളമായിരുന്നു. അച്ഛൻ ഒരു നോയമ്പ് പിടിച്ചായിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ?
പിന്നെ എക്സാം ഒക്കെയാണ് ഇത്ര തീ കണക്കുന്ന അവസാനല്ലേ? ആദ്യമൊക്കെ കുഴപ്പമില്ല, ഉച്ചയിലെ പറഞ്ഞു വയ്യ വയ്യ വയ്യ, പിന്നെ ലാസ്റ്റ് വരെ പിടിച്ച്. പിന്നെ കയ്യാപ്പി നോമ്പിടി, കയ്യാപ്പി പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് ഉച്ച തൊട്ട് രാത്രി വരെ നോമ്പിന്റെ അത്രേ ഉള്ളു. ഞാൻ 6, 7, 8 ഇന്നെത്ര 6, 7. അതേ പാസ്റ്റ് യൂഷ്വൽ പീരീഡ്സ് ഒക്കെ ആയതുകൊണ്ട് നോമ്പ്. ഞാനൊരു നോയും പോലും പിടിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മെഡിസിൻ ഉണ്ട് കഴിക്കാനായിട്ട്. ഉമ്മി അടുത്ത വർഷം നോമ്പ് പിടിക്കുന്ന ഉമ്മി പറഞ്ഞായിരുന്നു, ഞാൻ പിടിക്കുന്ന കൂടെ ഉമ്മി അറിഞ്ഞായിരുന്നു. ഓക്കെ, ബൈ. ICU വന്നു അവിടെ ചെന്ന് കയ്യാപ്പി ഇഷ്ടപ്പെട്ട കയ്യാപ്പിക്ക് നമ്മളിപ്പോൾ ഇത്രയും ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് നോക്കിയിട്ട് 1, 2 കൂടെ എടുക്കും. എന്താ ഒന്ന്, ഇത് കൊള്ളാം. ഇതൊരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ കളർ, ടൈറ്റാന്ന് തോന്നും. ഇതില്ല ലാസ്റ്റിൽ. പിന്നെ 70, 80 ഉള്ളൂ. വലിയ എടുക്കുന്നതൊക്കെ നഷ്ടം. വീഴാൻ പറ്റുന്നില്ല. ഇതാണ് അതർ വൺ. നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് ചെറുതാവും കയ്യാപ്പി. രണ്ട് ഇത് ഇത്തിരി വലുതായി. ഗോവലിട്ടോണ്ട് പാടും. അടുത്തത് അച്ചുക്കുട്ടൻ്റെ സെക്ഷൻ. ഇതുള്ളത് ഇത് ഇങ്ങനത്തെ ഇപ്പോഴത്തെ മോഡല് വേണ്ടേ? ഇഷ്ടപ്പെട്ടു. 3 ഇഷ്ടപ്പെട്ട പറ. പിന്നെ അടുത്തത് അച്ചുവിൻ്റെ സെക്ഷൻ. അച്ചുവിൻ്റെ ഡ്രസ്സ്. അച്ഛന് കണ്ട് ചെറുത് കാണത്തില്ലായിരിക്കും, അവിടെ ഉള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. കൈ എങ്ങനെയാന്ന് തോന്നുന്നു. ശരിയാ, ഉടലിൻ്റെ സൈഡൊക്കെ ലൂസുണ്ട്. അവിടെ പിന്നെ അച്ഛന് ഇഷ്ടപ്പെട്ടാണ്. നിനക്ക് തൊപ്പിയുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടല്ലേ? ചോദിക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം, നമുക്ക് ഇതാക്കി എടുക്കാം. അച്ഛനൊരു ഡെനിമിൻ്റെ ഷർട്ടും കൂടെ എടുത്ത്. അത് കൊള്ളാം, അത് കറക്റ്റ് ആണെന്നല്ലേ? ഇവിടെ കൊള്ളാടോ. ഇത് ഈ കളർ വേണം, അത് മറ്റേ ചെറുതല്ലേ ഇത്? അങ്ങനെ കയ്യാപ്പിക്ക് ഒരു ഫ്രോക്കും എടുത്ത് 2 എണ്ണം. നമുക്കൊരു സാധാ ഡ്രസ്സ് മതി. ഇവിടെ ഹാങ്കറൊക്കെ ഇങ്ങനെ കൊളുത്തി ഇട്ടോണ്ടിരിക്കുക. ഇതോ എന്തെടുക്കുവാടോ? അച്ചു ഓടിച്ചിറങ്ങിയില്ല. അങ്ങനെ അച്ഛന് പാൻറ്റും സെറ്റ് ഇഷ്ടപ്പെട്ട. ചിലർ വന്നപ്പോൾ തൊട്ട് ഹാങ്കർ ഇടയ്ക്ക് ഇപ്പം അതിനകത്ത് പിടിച്ച് ഇപ്പം അത് തലയും കുത്തി വെള്ളത്ത് കിടന്ന് വേണ്ട, അതും മതി. ഇട്ടിരിക്കുന്നത് മതി, അതാ കറക്റ്റ്. അത് കുഴപ്പമില്ല. അവൻ പെട്ടെന്ന് കുഴപ്പമില്ല. അച്ഛൻ്റെ എല്ലാ പാനും പെട്ടെന്ന് ചെറുതാണ്.
അങ്ങനെ ഈസി ബൈ നമ്മൾ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുത്തിറങ്ങി. ഈ പ്രാവശ്യം കൊറേ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലേ അവിടെ. പിള്ളേരുടെ ഇഷ്ടം പോലെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും സമയം ഇപ്പൊ ഏകദേശം 4 മണി. 5 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പൊ ഞങ്ങൾക്കും കൂടെ നോക്കി നടക്കാൻ ഭയങ്കര റിസ്ക്. പക്ഷെ ഈ പ്രാവശ്യം മറ്റേ ലേഡീസിന് അവിടെ മറ്റേ കുർത്താസിനൊന്നും വലിയൊരു കളക്ഷൻ ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാലും നമുക്ക് ഡെയിലി വെയർ ഇടാൻ പറ്റുന്ന കണക്കത്തെ ഉണ്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണം. അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് ഇപ്പോൾ ഉണ്ട്. അല്ല പോയി എടുത്തതും പിടിച്ച കഴിഞ്ഞ ദിവസം പോയി ഫാസിയോലൊക്കെ പോയി നോക്കിയതെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഒന്ന് പെരുന്നാളിടാനും അത്യാവശ്യം ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു ഹൗസ് വാമിങ് ഉണ്ട്. അനിക്കാടെ ബ്രദറിനെ. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് പിള്ളേർക്ക് ഡ്രസ്സൊക്കെ 2 കൂടെ എക്സ്ട്രാ 2 എടുത്ത്. ഒന്ന് പെരുന്നാളിടാനും എടുത്ത്, അല്ല 2 കൂടെ എക്സ്ട്രാ എടുത്തത്. അപ്പോൾ ഞങ്ങള് ഇവർക്ക് ഏകദേശം വല്ലത്. ഇനിയിപ്പോ ഇവരില്ലെങ്കിൽ നമുക്കാണെങ്കിൽ പോയി ഞങ്ങൾക്ക് മിക്കുള്ള ഡ്രസ്സ് പോയിട്ട് എടുക്കാൻ പറ്റും. ഓഫീസിൽ നിന്ന് വരുന്ന ടൈമിലൊക്കെ അല്ലേ ഓഫീസിൽ നടക്കത്തില്ല. മിക്കവാറും സൺഡേ ഒക്കെ കിട്ടണം. കാര്യം വൈകുന്നേരം വന്നിട്ട് പള്ളിയിൽ പോകും. അന്ന് നോമ്പ് തുറന്ന് വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നതിന് പള്ളിയിൽ പോകും. നിസ്കരിച്ച് വന്ന് തിരിച്ചു വന്ന് പിന്നെ തറാബിയിൽ നിസ്കരിച്ചിരിക്കുക വരുമ്പോ തന്നെ 10 മണിയാവും. അപ്പൊ നിസ പറഞ്ഞതൊക്കെ മിക്ക ഒന്നെങ്കിലും അല്ല ഇട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇട ദിവസം നടക്കത്തില്ല. മിക്കവാറും നൈസ പറഞ്ഞൊക്കെ സൺഡേ തന്നെ നടക്കത്തുള്ളൂ. വേറെ എന്തായാലും പ്രത്യേകിച്ചുള്ള കാരണം വെച്ചാൽ നമുക്ക് വൈകിട്ട് നോയമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നിക്കണം. എനിക്കില്ല ഈ ഇപ്പഴേ എന്താ പോയിട്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ഇനി ലാസ്റ്റ് 10 നോമ്പൊക്കെ എല്ലാകുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് സ്വസ്ഥമായിട്ടൊരു സാധനം നമുക്ക് നോക്കിയെടുക്കാനും പറ്റത്തില്ല. ഭയങ്കര ആളും തിരക്ക്. അതെ, ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഉണ്ട്. നമ്മൾ പക്ഷെ പോയില്ല ഇതുവരെ. ഞങ്ങള് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ വാദിക്കുക കളക്ഷൻ കിടക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾക്കായിട്ട് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇന്ന് വരെ അവിടെ നിന്ന് ഒരിടപ്പ് പോലും എടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങള് മറ്റേ ലിപ്സ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ല ഇന്ന് വരെ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങുന്നത് അല്ലേ. 1 മാസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോയതല്ലാതെ പർച്ചേസിങ് ആയിട്ട് ഇന്ന് നമ്മളെ പോയിട്ടുള്ളത്. അങ്ങനെ ചെറിയ പെരുന്നാൾ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചെത്തി. ചെറിയ പെരുന്നാൾ പർച്ചേസ് പറയാനില്ല. അതിനല്ലേ നമ്മള് തിരക്ക് കൂടുന്നതിന് മുന്നേ പോയി പിള്ളേർക്ക് എടുത്തോണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞിട്ടാ പിള്ളേർക്ക് എടുക്കാൻ പോകുന്നത്. അന്നേരം ഇവർക്ക് തപ്പി 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 കുറെ അങ്ങ് കുഴയും. ലാസ്റ്റ് പിന്നെ ഒന്നെങ്കിൽ അന്ന് തന്നെ കിട്ടും, അന്നൊരു രാത്രിക്കുള്ളിൽ കിട്ടും. അല്ലെങ്കിൽ പിറ്റേ ദിവസം പിന്നെ അതിനായിട്ട് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പിള്ളേർക്ക് എടുത്ത് മാറാൻ വെച്ച് ഞങ്ങൾ പറഞ്ഞു അടുത്ത മാസം നമുക്ക് ഒന്ന് പുറത്തോട്ടും പോകണം. അപ്പം അതിനും കൂടെ അപ്പം എല്ലാം കൂടെ ഒന്നിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ജോഡി എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. 2 കൂടെ ഉദ്ദേശിച്ച് പോയതുകൊണ്ടാണ് ഫസ്റ്റ് പിള്ളേർക്ക് തന്നെ നോക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ചോദിച്ചു 1-2 ഷോപ്പിലൊക്കെ ചുരിദാറിൻ്റെ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാം ഞങ്ങൾക്ക് 5 മണി എല്ലാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ പിള്ളേർ ട്യൂഷൻ ഇവിടെ അതും നോക്കി എന്തായാലും വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പെൺപിള്ളേരല്ല നമുക്ക് എന്തായാലും നോക്കുമ്പോഴത്തേക്കും നമുക്ക് വിശദമായിട്ട് എല്ലാം നോക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് ഞങ്ങളൊരു 2-3 കണ്ടി കയറിച്ചല്ലേ എടുത്തത്. അതെ, കൊറേ സ്ഥലത്ത് പിള്ളേർക്ക് വേണ്ടി പെട്ടു. ഖദീജക്കാണ് ഒട്ടും കിട്ടാ. അസന് പിന്നെയും കിട്ടി, കയ്യാപ്പിക്ക് ഒട്ടും കിട്ടില്ല. ഖദീജക്ക് ശരിക്ക് ഞങ്ങളിവിടെ നിന്ന് ഓടി. അത് വേറൊന്നുമില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോ കളർ വെച്ചിട്ടാ ഡ്രസ്സ് എടുത്തത്, ഒരേ കളറില. ഞങ്ങൾ അങ്ങനെയല്ല എടുത്തത്. ഇപ്പൊ നമുക്ക് ഇടാനായിട്ടുള്ള ആ ഒരു ഇതിനെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം കളർ വെച്ചിട്ടാണ് ഡ്രസ്സ് എടുത്തത്. അപ്പൊ ആ ടൈമില് കയ്യാപ്പിക്ക് മാത്രം ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങൾക്കും 4 പേർക്ക് എടുത്തു കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കയ്യാപ്പിക്ക് എടുക്കാനായിട്ട് പോയി കറങ്ങി അടിച്ച് 2-3 കടയിലൊക്കെ കയറി നടന്ന് ലാസ്റ്റ് സീമാസി കയറിയപ്പോഴാണ് കയ്യാപ്പിക്ക് ഏകദേശം മാച്ചായിട്ട്, കറക്റ്റ് കളർ അല്ലായിരുന്നു, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടാണെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം പിന്നെ കളർ നമ്മളിപ്പോ തീരുമാനിച്ചിട്ടില്ല, ഒരെണ്ണക്കത്തെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പാറ്റേൺ തന്നെ എടുക്കണമെന്ന് എന്തായാലും നമ്മള് അല്ലേ, ടൈമുണ്ട്. 12 ദിവസം നോമ്പാടില്ല, ഇനി ഏകദേശം 18 ദിവസത്തോളം നോമ്പുണ്ട്, 17 ദിവസത്തോളം. അപ്പൊ അതിനെ നമ്മൾ തീരുമാനിക്കത്തില്ല എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഒരേപോലെ തന്നെ കളർ എന്തായാലും വരത്തില്ല, കാര്യം ഇവർക്ക് 2 കളർ എടുത്തിരിക്കുന്നു ഇപ്പൊ. പിള്ളേരല്ല നമ്മുടെ, അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു കളറില് ഡ്രസ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ടാണെങ്കിലും
പിന്നെ എല്ലാവരുടെയും നോമ്പൊക്കെ ഇടുമ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും? ചൂടൊക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കര പാട് തന്നെ. ആലപ്പുഴയിലൊക്കെ ഭയങ്കര ചൂടാണ് അല്ലേ? ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ടയർഡാണ് ചൂട്. അപ്പം നിങ്ങൾ ഇവരോട് സംസാരിച്ചിരിക്കും, ഞാനൊരു കാര്യത്തിന് പുറത്ത് പോയിട്ട് വരാം. ഞാനും അതിന്റെ സർക്കസ് ഇറങ്ങോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു പോയി. കയ്യാക്കി തകർത്തിട്ട് സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ചു വന്നിട്ട് ഇപ്പം ചോദിക്കുന്നു ഞങ്ങളുടെ ഡ്രസ്സ് ഒന്നും കൂടെ നോക്കിക്കോട്ടെ. അവിടെ നിന്ന് മൊത്തം ഇട്ട് നോക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഒരെണ്ണം പോലും ഇല്ല ഇടാതെ കൊണ്ടുവന്നു. ലാസ്റ്റ് ടീഷർട്ടിന് മാത്രമേ ഉള്ളൂ. ആ സെയിം അതിന്റെ ഇപ്പുറത്ത് തന്നെ അതിന്റെ വേറൊരു കളർ എടുത്തുകൊണ്ട് അത് ഇട്ട് നോക്കിയില്ല. വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എനിക്ക് ഒരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് റൂട്ട് കനാലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ക്യാപ്പ് ഇട്ടിട്ടില്ല. അപ്പം എന്തായാലും ഇന്ന് ഇതാക്കി. അപ്പം ഇന്നലെ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ വന്നപ്പോൾ ഞാൻ നമ്മളിവിടുത്തെ ഒരു പള്ളിയിലെ ഉസ്താദ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് മരിപ്പെല്ലാം അടക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ഇന്നലെ റെഡി ആയിട്ടില്ല. അപ്പം ഇന്നിപ്പിക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ 5:30 വരെ ഉണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഇരിക്കുക ഉമ്മയെല്ലാമായിട്ട് പോയി. ഉമ്മയുമായിട്ടൊക്കെ എപ്പോഴും പോകുന്നു പലയിടക്കണ്ട്. എനിക്ക് അങ്ങോട്ടും പോയി. അപ്പം ഞങ്ങളിവിടെ ഇനിയിപ്പോൾ ഇവര് ട്യൂഷൻ ആക്കുന്നതിന് മുമ്പ് നമ്മളുടെ പള്ളിയിൽ നിന്ന് മറ്റേ നോയമ്പ് കഞ്ഞിയും സൂചി വെച്ചുണ്ട്. അപ്പം നെയ്സ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന നെയ്സ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഇതും ബാക്കി അല്ലാതെ നെയ്സ വേറെ സൂചി വെച്ചും പള്ളിയിൽ നിന്ന് കിട്ടുന്നതിന് വേറെ. കഴിഞ്ഞ ദിവസം ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം അവർ മറ്റേ കപ്പലണ്ടി ഇട്ടുകൊണ്ട് വേറൊരു ടേസ്റ്റ്. അപ്പം നോയമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ രാത്രിയിൽ ഇപ്പം അങ്ങനെ ചോറ് തീറ്റി അങ്ങനെ ഭക്ഷണം അതൊന്നും ഇല്ല. ചോറ് തീറ്റി അത്താഴത്തിന് മാത്രമേ കഴിക്കും. ഞാൻ ഉച്ച സമയത്ത് കഴിക്കും. നല്ല മെഡിസിൻ ഉള്ളതുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടില്ല. ഇത്രയും ദിവസം പിടിച്ചിട്ടില്ല. കുറച്ച് ദിവസം കൊണ്ട് ഇനി ചിലപ്പോൾ പിടിക്കാതിരിക്കും തീരുമാനിച്ചില്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലും നോയമ്പും കൂടെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും രാത്രി വെച്ച് എനിക്ക് ഗുളികയുണ്ട് കഴിക്കാനായിട്ട്. അപ്പം അതിതായി പോകുന്നുണ്ട് നോമ്പെടുത്തില്ല. നെയ്സാക്ക് ഇത്ര ദിവസം ഉണ്ടായത്. ഇപ്പോൾ 2 ദിവസമായിട്ട് നോമ്പില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴും നെയ്സായി നോമ്പിലോട്ട് കിടക്കും. അപ്പോൾ ഏകദേശം ഞാനിതാക്കരും 10 മിനിറ്റോളം നോമ്പ് തുറക്കാണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാണ്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. രണ്ടുപേരും ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പുട്ടിയൊന്നുമിടാതിരിക്കുന്നില്ല. നോമ്പായിട്ടാണ്. ഇവർക്ക് നോമ്പ് പിടിച്ചു തുടങ്ങിയിട്ടില്ല. എങ്കിൽ നമ്മുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്തെല്ലാം ചെയ്യണം. 6:30 ഇനി കറക്റ്റും 6 മിനിറ്റോടെ ഉള്ളു. 6:30 10 മിനിറ്റ് ഉണ്ടാവും. പല്ലില് ഒരു ക്യാപ്പിടാണ്ട് 2 മാസമുള്ളവർ അതിനിടക്ക് എൻ്റെ വാപ്പിക്ക് സർജറി, അനിയക്ക് സർജറി. പിന്നെ നമ്മൾ പറയാനായിട്ട് മറന്ന ഒരു കാര്യം, നിങ്ങൾക്കെല്ലാം കുറേ പേർ മിസ്സേക്കണം. അനിയുടെ ബർത്ത്ഡേ ആയിരുന്നു March 9. ബിലേറ്റഡ് വിഷസ് അയക്കുന്നവർക്ക് അയക്കാം. എത്രയും ഞങ്ങളങ്ങനെ പരിപാടി കേക്ക് മേടിച്ച് മുറിച്ച് നയിച്ച് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമായിട്ടായിട്ടൊരു ഒതുക്കിയൊക്കെ പോകും എല്ലാവരും. ഇന്നലെ ഇക്കാക്ക് കറി കാച്ചി വേണമെന്നിട്ട് ഇന്നലെ ഇക്കാനെ കൂടെ ഏത്തപ്പഴം വാങ്ങിച്ചത്. വേറൊരു സാധനം കൂടെ ഉണ്ടാക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ. കായ്പോളം ഉണ്ടാക്കുന്ന പറഞ്ഞില്ല. അപ്പം അതുങ്ങൾക്ക് വൈകിട്ട് പിള്ളേർ ചായയുടെ കൂട്ടത്തിൽ അതുങ്ങൾക്ക് ഏത്തപ്പഴം വേണമെന്ന് പറഞ്ഞാൽ അത് കഴിച്ചു. കായ്പോളം പോയി കഴിച്ചു. സാധാരണ ക്ഷീണം കൊണ്ട് കിടപ്പായി. ഓഫീസിൽ നിന്ന് വരുമ്പോ ഇതിന്റെ അപ്പുറതാ. ഇങ്ങനെ അത് വേറൊരു അവസ്ഥ. അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്. നമ്മൾ ഇത്ര നാൾ വീഡിയോ ചെയ്യാതിരുന്ന കാര്യം ഇതാണ്. നോമ്പ്, പിന്നെ അനിയക്ക് വയ്യാതിരുന്ന്, പിന്നെ കുറച്ച് അനിയക്ക് വയ്യാതിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി 1-2 ഷോർട്സ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. കാരണം ഞാനും കാണത്തില്ല, നൈസൊക്കെ ഒറ്റയ്ക്ക് ഇടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു പറഞ്ഞു. പിന്നെ നമ്മളെല്ലാം ഒഴിവാക്കിച്ചിരിക്കുന്നു. നോമ്പായിട്ട് രണ്ടും നമ്മൾ കരുതിയത് പെരുന്നാൾ ഉണ്ടാവേണ്ട. പക്ഷേ എന്തായാലും ഇവർ പറഞ്ഞ ഇട്ടേക്ക്. അപ്പം അനിയെ നടക്കാനേ തുടങ്ങി. ഇടയ്ക്ക് 2 ചെക്കപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ്. അപ്പം എല്ലാവരും ദുആ ചെയ്യണം. അങ്ങനെ നമുക്ക് എല്ലാവരും കൊണ്ടും അനിയുടെ കാലിലെല്ലാം വീണ്ടും. അപ്പോൾ നമ്മളിനി നമുക്ക് മാക്സിമം വീഡിയോസ് ഒക്കെ ഇടാൻ. ഒരുപാട് പേരൊക്കെ ചോദിച്ചായിരുന്നു, ആർക്കും റിപ്ലൈ പോലും അയച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് സ്റ്റോറി ഞങ്ങൾ നോക്കത്തില്ല എന്ന് ഞങ്ങൾ 3 പറഞ്ഞായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. നോമ്പ് കഴിയുന്ന ആ ഒരു സമയം വരെ. പക്ഷെ നമ്മൾ എന്തായാലും പിന്നെ നേരിട്ട് ഒരാളെ കണ്ടപ്പോൾ അവരും പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.